അന്ന് അവിടെ ചെറിയ പൂജാരിയാണ്, ചെറിയ പണമാണ്. എന്തായാലും തീ പിടിച്ചു എന്നറിഞ്ഞു വന്നുകൊണ്ട് പൂജാരി വിഗ്രഹം എടുത്തുകൊണ്ട് പോയി അവിടെ ആറ്റിൽ ചാടി എന്നും അവിടെ നിന്ന് ആളുകൾ അറിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് ഒരു കഥ. 1903 കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ സംവിധാനത്തിലേക്കൊക്കെ അത് കൊണ്ടുപോയി. അപ്പോഴും ആനയുടെ ശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യം, ഈ പറയുന്ന ആളുകൾ തന്നെ വെള്ളമടിച്ചൊക്കെ വന്ന് അവിടെ ബഹളമുണ്ടാക്കൽ, അങ്ങനെ പല രൂപത്തിലേക്കുള്ള ബഹളമുണ്ടായവിടെ. അത് കഴിഞ്ഞാണ് ആനകളുടെ ശല്യമില്ലാതിരിക്കാനാണ് അതിനും കൂടി മനസ്സിൽ വച്ചുകൊണ്ടാണ് ഈ 18-ാം പടി എന്ന സങ്കല്പം വന്നത്. പക്ഷേ അതിന് മതപരമായ ആത്മീയമായ ചിന്തകളുമുണ്ട്. ഓരോ പടിയും ഓരോ തലമാണെന്നും ഓരോ പടി കയറുമ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ തലം മാറുമെന്നും ആത്മശുദ്ധിയുടെ ഓരോ തലങ്ങളാണ് ഓരോ പടിയെന്നും ഒക്കെ പറയുന്ന 18-ാം പടിയെ സംബന്ധിക്കുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ദൈവികമായ ചിന്തകൾ വെച്ചുകൊണ്ട് 18-ാം പടിയെ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും ഇത്രയും പൊക്കത്തിൽ ഒരു ക്ഷേത്രം പണിതത് ആനയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ മലയുടെ മണ്ടയിൽ കയറിയിട്ട് വീണ്ടും ഇത്ര കുത്തനെ കിടക്കുന്ന ഒരു സ്ഥലത്ത് കയറി ശല്യം ചെയ്യാതിരിക്കാനാണ് ഈ തരത്തിലൊരു രൂപകൽപ്പന നടത്തി എന്നൊരു വാദമുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയേണ്ടത് നമുക്കറിയില്ല. ഇതൊക്കെ ദേവസ്ഥാനം ഇതെവിടെ വേണമെന്നും അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ചും പോറ്റിയും നമ്പൂതിരിയും തന്ത്രിയും അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കിരുന്ന് പലതും പറയാമെന്നുള്ളല്ലാതെ നമുക്ക് കാണുന്ന വെച്ചുകൊണ്ട് പറയാം 18-ാം പടി ആന കയറാൻ ഇതിരിക്കാൻ 18-ാം പടി വെച്ചു എന്ന് പറയണം. എങ്കിൽ 18 എന്താ 20 പടി വയ്ക്കാത്തെന്താ? അപ്പോൾ 18-ാം പടിക്ക് 18-ാം പടിയുടെ വേറെ കഥകളുണ്ട്, വേറെ ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ അത് വേറെയാണ് കാര്യം. എന്തായാലും 1950 വീണ്ടും അവിടെ അത് അത് വിഗ്രഹം ഉൾപ്പെടെ കോടാലി കൊണ്ട് വിഗ്രഹം ഉൾപ്പെടെ അടിച്ച് പൊട്ടിച്ച് കളയുകയും അതിനും രണ്ടർത്ഥം പറയുന്നു. ഒന്ന്, ആ കാലഘട്ടത്തിൽ വ്യാപകമായി മലയോര കുടിയേറ്റ പരിപാടി നടക്കുന്ന കാലഘട്ടമാണ്. അതിൽ ഒരു മതവിഭാഗക്കാരായിരുന്നു കൂടുതൽ ആളുകൾ. അവരുടെ പേരിലാണ് ആക്ഷേപം വന്നത്. അതിൻ്റെ ശരി തെറ്റുകൾ അറിയില്ല, കാരണം പഠന റിപ്പോർട്ട് അതിനുശേഷമുള്ള റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അവരുടെ പേരിലാണ് ഈ ആരോപണം വന്നത്. കുറച്ച് ക്രിസ്ത്യാനികളാണ് ഇത് ചെയ്തത് എന്നുള്ള ആരോപണം വന്നു.